ഡൽഹി മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചു. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും പ്രതിചേർത്തുകൊണ്ടാണ് അന്വേഷണ ഏജൻസി ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. മദ്യനയ അഴിമതിയിൽ ആം ആദ്മി പാർട്ടിയെ പ്രതിചേർക്കാമെന്ന് നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു രാഷ്ട്രീയ പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും ഇത്തരത്തിൽ പ്രതിചേർക്കപ്പെടുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് 8ാമത്തെ കുറ്റപത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ വിചാരണ കോടതിയിൽ സമർപ്പിക്കുന്നത്. ഈ അനുബന്ധ കുറ്റപത്രത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ഒപ്പം ആം ആദ്മി പാർട്ടിയെയും പ്രതി ചേർത്തുകൊണ്ടുള്ള കുറ്റപത്രം ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ചത്. വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിമാർക്കെതിരെയുള്ള കുറ്റപത്രങ്ങൾ കേസിൽ പ്രതി ചേർക്കുന്നത് ആദ്യമല്ല എങ്കിൽ പോലും അത്തരത്തിൽ കേസിൽ പ്രതി ചേർത്ത് അറസ്റ്റിലായിട്ടും മുഖ്യമന്ത്രിയായി തുടരുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിരിക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് പോകേണ്ടി വന്ന രാജ്യത്തെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ. അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ട് പോലും ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കാനോ മറ്റൊരാൾക്ക് ചുമതല നൽകാനോ അരവിന്ദ് കെജ്രിവാൾ തയ്യാറായിരുന്നില്ല. രാഷ്ട്രീയപരമായും നിയമപരമായും ഇപ്പോൾ കനത്ത തിരിച്ചടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അനുബന്ധ കുറ്റപത്രം അരവിന്ദ് കെജ്രിവാളിനുമൊപ്പം ആം ആദ്മി പാർട്ടിക്കും ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഈ കേസിന്റെ വാദം നടക്കവേ അന്വേഷണ ഏജൻസികൾ, അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും വളരെ വ്യക്തമായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ആം ആദ്മി എന്ന പാർട്ടിയെ ഉപയോഗിച്ചുകൊണ്ടാണ്, ആ പാർട്ടിയുടെ ലേബലിൽ ആ സർക്കാരിൻ്റെ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഏകദേശം 500 കോടിയിലധികം രൂപയുടെ 618 കോടിയിലധികം രൂപയുടെ അഴിമതി നടന്നിട്ടുള്ളത്. അതിൽ വളരെ കൃത്യമായി പണം സ്വീകരിച്ചതിനും പണം വിനിയോഗിച്ചതിനും, അഴിമതി പണം സ്വീകരിച്ചതിനും അത് വിനിയോഗിച്ചതിനുമുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ബാക്കി സമാഹരിച്ചിട്ടുള്ള തുക ഏത് രീതിയിലാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മിയും വിനിയോഗിക്കുന്നത് എന്ന് കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നുള്ളതും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ തന്നെ കോടതികളിൽ വ്യക്തമാക്കിയിരുന്നു. സുപ്രീം കോടതിയിൽ മുൻപ് ഈ വാദം നടക്കവേ ആം ആദ്മി പാർട്ടിയെ പ്രതി ചേർക്കാം എന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദത്തെ അംഗീകരിക്കുകയും പ്രതി ചേർക്കുന്നതിനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ED ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ള അനുബന്ധ കുറ്റപത്രത്തിലാണ് മദ്യനയ അഴിമതിയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെയും ആം ആദ്മി പാർട്ടിയുടെയും പേര് പ്രതി സ്ഥാനത്ത് ചേർത്തുകൊണ്ടുള്ള വിവരങ്ങൾ കോടതിക്ക് മുൻപിലേക്ക് വെച്ചിട്ടുള്ളത്. നേരത്തെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോഴും മുൻപ് വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴും എല്ലാം തന്നെ ED വ്യക്തമാക്കിയത് ഡൽഹിയിൽ പുതിയ മദ്യനയം രൂപീകരിക്കുന്നതിലൂടെ പുതിയ മദ്യനയത്തിൽ മദ്യത്തിന്റെ വിതരണം പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് വിട്ടു നൽകിയതിലൂടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ആസൂത്രണത്തോടുകൂടി അഴിമതി നടന്നു എന്നുള്ളതായിരുന്നു അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ പേരിലായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് ഒരു ഇടക്കാല ജാമ്യം അരവിന്ദ് കെജ്രിവാളിന് നൽകിയെങ്കിൽ പോലും കേസിൽ നിയമപരമായി ഇപ്പോൾ EDയുടെ കുറ്റപത്രം കെജ്രിവാളിന് കനത്ത തിരിച്ചടിയാണ്. കൂടാതെ രാഷ്ട്രീയപരമായി പരിശോധിക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ പ്രത്യേകിച്ച് ഡൽഹിയിലെ 7 സീറ്റുകളിലും അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ, അത് മദ്യനയ അഴിമതിയൊപ്പം ജൽ ബോർഡ് അഴിമതി കേസ്, ഏറ്റവും ഒടുവിൽ സ്വാതി മലിവാളിനെതിരെ നടന്നിട്ടുള്ള മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് നടന്നിട്ടുള്ള അതിക്രമം, ഇവയെല്ലാം വിഷയമാക്കിക്കൊണ്ടാണ് BJP ആം ആദ്മിക്കെതിരെ പ്രചാരണം നടത്തുന്നത്. വിഷ്ണു.